നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് എനർജി ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു സോൾ കണക്ഷൻ ആണ് ഉള്ളത് എന്ന് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു റിലേഷന്റെ ഒരു ഡെപ്ത് ഈ ഒരു കണക്ഷനിലും അവർക്ക് നിങ്ങളോടുണ്ട്. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷന്റെ ഡെപ്ത് അത്രയും സ്ട്രോങ് ആയിട്ട്, അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് തിരിച്ചും ആ ഒരു കണക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹവും കണക്ഷനും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ അതിന്റെ ഒരു കാർമിക് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, എത്ര സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും ഒരു രണ്ടുപേരും വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇഷ്ടക്കേടുകളോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർ ഈ റിലേഷനിൽ കമ്മിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ റിലേഷനിലോട്ട് അവർക്ക് ഒരു അവർ ഈ റിലേഷൻ വേണം, അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഈ റിലേഷനിൽ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷൻ അവരുടെ ലൈഫിൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷനിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ റിലേഷനിൽ മുന്നോട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ ടവർ മൊമെന്റ് ആണ്. ഇവിടെ ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് രണ്ടുപേരും ഇനി ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കില്ല എന്നുള്ള രീതിയിൽ സെപ്പറേഷൻ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇനി ഒത്തുചേരാൻ പറ്റില്ല, ഒന്നിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും മനസ്സത്രയും പിടിച്ചു കുലുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തരുന്ന, അതായത് ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഫീലിങ്സ് തരുന്ന രീതിയിൽ ഒരു ഇഷ്യൂ നടന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ രണ്ടുപേരും ആ രീതിയിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇഷ്യൂ നടന്നതിന്റെ പുറത്ത് നിങ്ങൾ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ പേഴ്സൺ അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അവര് ഈ റിലേഷൻ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു മാറി നിൽക്കുന്നു എന്നുള്ളത് ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ മാത്രമാണ്, അല്ലാതെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 6 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇപ്പോഴീ നടന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളെ പേഴ്സണ് ഈ ഒരു ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ ഒരു ഇഷ്യൂസിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷന്റെ കാര്യത്തിൽ ഇതുവരെ നടന്നു പോയിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളായിരിക്കും. ആ ഒരു പ്രശ്നത്തിലോട്ടാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ വന്നല്ലോ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റിലേഷനിൽ ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത്, ഇനി ഈ റിലേഷനിൽ എഫേർട്ട് ഇട്ടിട്ട് കാര്യം ഉണ്ടാവുമോ എന്നുള്ള ഒരു ഡൗട്ട്ഫുള്ളി അവർ നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് ഈ ഒരു റിലേഷനിൽ നിന്നൊരു ഇമോഷണലി ഒരു അകൽച്ച വേണം എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 5 ഓഫ് സോഴ്സ് എനർജിയാണ്.
ഇവിടെ അവര് എപ്പോഴും ചിന്തിക്കുന്നത് ഈ റിലേഷൻ എങ്ങനെ ഓക്കെ ആക്കി എടുക്കാം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ അവർക്ക് ആലോചിക്കണം മുന്നോട്ട് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായ സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി അവർക്ക് വരുത്തണം. എവിടെയാണ് ഇനി മിസ്റ്റേക്ക് പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അവർക്കൊന്ന് ഫ്രീ മൈൻഡഡ് ആയിട്ട് ഇരുന്ന് റിലേഷനിൽ എവിടേക്കാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പൊ അത് ആ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമേ അവർ ഈ റിലേഷനിലോട്ട് ഇനി ഒരു ഇൻവോൾവ്മെന്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും അവർ തിരികെ വരാനായിട്ട്. പക്ഷെ ഇവിടെ സോൾ കണക്ഷനുള്ള റിലേഷനാണ്. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്ത് മുന്നോട്ട് വരാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നതിന്റെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കുറ്റബോധം ഒക്കെ അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. സ്പേസ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അതായത് ഈ റിലേഷന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടേക്കാണ് മിസ്റ്റേക്ക് വരുന്നത്, ആരുടെ ഭാഗത്താണ് ഒരു പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അവര് തെറ്റായ രീതിയിൽ റിലേഷനെ ഡീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് അവർക്ക് ആവശ്യമാണ്. ഒന്നകന്ന് നിന്ന് റിലേഷനെ ഒന്ന് വിട്ട് നിന്ന് അവർക്കൊന്ന് നോക്കി കാണണം, എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളൊരു മെഡിറ്റേഷൻ ത്രൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ഇതിന്റെ ഒരു ആൻസർ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോട് അതിന്റെ ഒരു ആൻസർ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം കേട്ടോ. ഇപ്പൊ ഒരകൽച്ച വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് അവരാകെ തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അവരിപ്പോ ഹെൽത്ത് വൈസ് ഓക്കെ അല്ലെങ്കിൽ മാനസികമായിട്ടും ഒരാൾ ഓക്കെ ആവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ മാറി നിൽക്കുന്ന എനർജി ആയിരിക്കാം കേട്ടോ. ചിലർക്ക്, എല്ലാവർക്കും ഇല്ല. സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ മുന്നോട്ട് ഒരു സക്സസ് ഉണ്ടാവുന്നതായിട്ടാണ്. ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് തന്നെ കാണിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവും. നിങ്ങളും ആ ഒരു രീതിയിൽ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഫ്യൂച്ചറിൽ ഒരു സക്സസ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. അനീഴം, ലെറ്റർ ജെ, തൃക്കേട്ട, മകീര്യം, അശ്വതി, ജൂലൈ 1995, ചതയം നവംബർ, ഏപ്രിൽ 1996, ലെറ്റർ യു, ചോതി, ഭരണി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.